ഇപ്പോൾ രാമായണ മാസമല്ലേ. അപ്പോൾ രാമായണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ രാമായണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ പ്രധാനമായിട്ടും അതിൻ്റെ പ്രധാന തന്തു എന്ന് പറയുന്നത് സീതാദേവിയുടെ ദുഃഖമാണ് അല്ലേ. ശ്രീരാമചന്ദ്രൻ നിന്നും സീതയെ കട്ടുകൊണ്ട് പോയി സീത അശോകവനിയിൽ, രാവണൻ്റെ അശോകവനിയിൽ താമസിക്കുന്ന കാലം അത് സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖമാണ്. കാരണം ശ്രീരാമചന്ദ്രനെ എങ്ങനെ കാണാൻ പറ്റും, എവിടെയാണെന്ന് എന്നെ എങ്ങനെ അറിയാൻ, ഞാൻ എവിടെയാണ് വസിക്കുന്നതെന്ന് ശ്രീരാമചന്ദ്രനെ അറിയാൻ കഴിയുന്നില്ലല്ലോ, എങ്ങനെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പോരാത്തിന് ദുഷ്ടനായ ഈ രാവണനെ നിഗ്രഹിച്ചിട്ട് വേണം, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് വേണം എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ആ ദുഃഖത്തിലിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ശ്രീരാമചന്ദ്രൻ എന്താണ്, ജഡായു മുഖാന്തരവും പിന്നെ ശബരി ഇങ്ങനെയുള്ള ഓരോരോ ആൾക്കാർ മുഖാന്തരം സീതയെ എങ്ങോട്ടാണ് കട്ടുകൊണ്ട് പോയതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്താണ് സേതുബന്ധനം ചെയ്തിട്ട് സീതാദേവി അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ശ്രീരാമചന്ദ്രൻ എന്താകുന്നു, അതുവരെ രാമായണത്തിൽ പറഞ്ഞ പട്ടാഭിഷേകം ആ ഒരു അവസ്ഥയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉത്തര രാമായണത്തിൽ പറയുന്നുണ്ട് സീത ഗർഭിണിയായപ്പോൾ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ ആധാരപുരുഷനാണ്. കാരണം ധർമ്മം വെടിഞ്ഞ് ഒന്നും ചെയ്യില്ല, സ്വന്തം ഭാര്യയായാലും എന്ത് കാര്യമായാലും ശരി. അങ്ങനെ സീതാദേവി ഗർഭിണിയായപ്പോൾ എന്തായി, രാജധർമ്മം അനുസരിച്ച് സീതയെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ സീതാദേവിക്ക് രണ്ടാമതും ഒരു ദുഃഖം അനുഭവപ്പെടുന്നുണ്ട്, ആ ഒരു അവസ്ഥ. അങ്ങനെ ആ രണ്ട് സീതാ ദുഃഖത്തെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഞാനിന്നിവിടെ. വൈദേഹിന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. വൈദേഹിന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. രാമരാമേതി ജപങ്ങളുമായി, രാമരാമേതി ജപങ്ങളുമായി ഓമി കന്യതൻ ചിന്തകൾ മൂകമായി. വൈദേഹിന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിലെ. കാന്താരവീതിയിൽ തന്നിഴലായിട്ടും കാന്തനറിഞ്ഞില്ല ജാനകിയെ. കാന്താരവീതിയിൽ തന്നിഴലായിട്ടും കാന്തനറിഞ്ഞില്ല ജാനകിയെ. ശിലയെയും മലരാക്കി മാറ്റിയ രഘുവരൻ കാണാതെ പോയി ലക്ഷ്മി ഭഗവതിയെ. ശിലയെയും മലരാക്കി മാറ്റിയ രഘുവരൻ കാണാതെ പോയി ലക്ഷ്മി ഭഗവതിയെ. വൈദേഹിന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. വൈദേഹിന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ.